2024 യൂറോ കപ്പിനു വേണ്ടി ഫ്രാൻസിന്റെ ദേശീയ ടീം ദശാംശ പ്രഖ്യാപിച്ചപ്പോൾ നാമെല്ലാം അത്ഭുതപ്പെട്ടതാണ്. സുവർണ സ്ക്വാഡുമായി യൂറോയിലേക്ക് ഫ്രഞ്ച് പടയെത്തുമ്പോൾ മിഡ്ഫീൽഡിൽ അയാളുടെ സാന്നിധ്യം കണ്ടാണ് നാം അമ്പരന്നിരുന്നത്. 2 വർഷത്തോളം ടീമിൽ ഇടം നേടാനാവാത്ത സൗദിയിലേക്ക് ചേക്കേറിയ 33-കാരൻ എൻഗോളോ കാൻഡയുടെ ദേശീയ ടീമിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എല്ലാ പൊസിഷനിലും മികച്ച താരങ്ങളുടെ അവൈലബിലിറ്റി ഉള്ള ഫ്രാൻസിന് കാൻഡയുടെ ആവശ്യകത എന്ത് എന്ന് പലരും ചിന്തിച്ചതായിരിക്കും. ഇത്തിഹാദിലേക്ക് ചേക്കേറിയ താരത്തെ ദശാംശ് എന്ത് കണ്ടിട്ടാണ് ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നും വിമർശിച്ചവരും ഉണ്ടായിരിക്കും. എന്നാൽ കണക്കുകൂട്ടലുകൾക്കും പരിഹാസങ്ങൾക്കും അപ്പുറം മറ്റൊരു കാൻഡയെയാണ് യൂറോ 2024 ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018 വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ വിജയത്തിനു പിന്നിൽ നിർണായക പങ്കുവഹിച്ച കാൻഡെ 2024 യൂറോയിലും അതേ ഫോം വീണ്ടെടുക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. മുന്നേറ്റ നിരക്കാർ പലപ്പോഴും ഗോളടിക്കാൻ പാടുപെടുമ്പോൾ കളിച്ച 2 മത്സരത്തിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയ കാൻഡയുടെ പ്രകടനമാണ് ഫ്രാൻസിനെ വിജയങ്ങളിലേക്ക് നയിച്ചത്. ദശാംശ് എന്തിനു വേണ്ടിയാണ് കാൻഡയെ ടീമിലെടുത്തത് എന്ന് അയാൾ തൻ്റെ പ്രകടനത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. മത്സരത്തിലുടനീളം ഒരു യന്ത്രം പോലെ മൈതാനത്താകമാനം ഓടിക്കളിക്കുന്ന, ക്ലിയർ ടാക്കിളുകളും ഇന്റർസെപ്ഷനുകളും നടത്തുന്ന, ചെറുപുഞ്ചിരിയോടെ മൈതാനം അടക്കി ഭരിക്കുന്ന വ്യത്യസ്തനാണയാൾ. യൂറോയിലെ ഫ്രാൻസ് ഓസ്ട്രിയയുമായുള്ള ആദ്യ മത്സരത്തിൽ എൻഗോളോ കാൻഡെ ഒരു ബോൾ റിക്കവറി നടത്തുന്നുണ്ട്. ഓസ്ട്രിയ നടത്തുന്ന കൗണ്ടർ അറ്റാക്കിന് മുമ്പിൽ ഫ്രാൻസ് പ്രതിരോധം ഒരു നിമിഷം തകർന്നടിയുമ്പോൾ മിഡ്ഫീൽഡിൽ നിന്നും ഓടിയെത്തിയ കാൻഡെ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. ഫ്രഞ്ച് ഗോൾ മുകൾ ലക്ഷ്യമാക്കി കുതിക്കുന്ന ഓസ്ട്രിയൻ താരം കാൻഡയുടെ ടാക്ലിന് മുമ്പിൽ പരാജിതനാകുന്നുണ്ട്. മത്സരത്തിൽ ഒരു സെൽഫ് ഗോളിന്റെ മികവിൽ വിജയം കൈവരിച്ച ഫ്രാൻസിന് വേണ്ടി 3 പോയിന്റ് ലഭിക്കുന്നതിൽ കാൻഡയുടെ ബോൾ റിക്കവറി വലിയ പങ്കാണ് വഹിക്കുന്നത്. മത്സരത്തിലുടനീളം വളരെ കാമായി, സൈലന്റായി കളിയുടെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന പ്രകടനമാണ് കാൻഡെ പുറത്തെടുക്കുന്നത്. ഒരുപക്ഷെ ഈ യൂറോയിൽ കാൻഡയുടെ ഏറ്റവും മികച്ച കംബാക്ക് ആയിരിക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ വിജയിക്കുകയും 2ാം മത്സരം സമനിലയും കൂടി ഈ യൂറോയിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമാക്കി ഫ്രാൻസ് മുന്നോട്ട് കുതിക്കുകയാണ്. കാൻഡയുടെ മികവ് ഫ്രാൻസ് ടീമിൽ വലിയ വിപ്ലവം തന്നെ സൃഷ്ടിക്കട്ടെ. തിരിച്ചുവരവ് ഗംഭീരമാക്കി യൂറോയും നേടി നല്ലൊരു മടക്കവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.